നമസ്കാരം ഗൈസ്, നമ്മളിവിടെ വന്നിരിക്കുന്നത് സ്ഥലത്തിന്റെ പേരെന്താ? പറ, പേര് പറ. ഞങ്ങളെ പറ്റി നാണക്കാരനാ. ഒന്നുമില്ലാത്ത സ്ത്രീയാ. ഒന്ന് പറയൂ. കണ്ടോ, ഞങ്ങള് സെയിമാണ്. നമുക്കിനി ഈ സ്ഥലമൊക്കെ കാണാം മക്കളെ. സോ നമ്മളിപ്പം പോകാൻ പോകുന്നത് തൂക്കുപാലം, കോട്ടയത്ത് തൂക്കുപാലം. ആ എടാ, ഇത് ഏത് പുഴയാടാ? അരിക്കുഴിന്നല്ല, കോട്ടയത്തെ ഏതോ ഒരു തൂക്കുപാലം. അതെ, ഒരു പേരിലേക്ക് എന്തിരിക്കുന്നു. സൂക്ഷിച്ച് നടക്കും പിള്ളേരെ, വീണേരെ ഇപ്പൊ. ആടുന്നുണ്ട്. എവിടെ എവളാ വിളിച്ചേ? ഓ, വലിയ മരങ്ങളാ. ആ, ഇതൊക്കെ വെള്ളം കയറണ കേട്ടാ, അല്ലെങ്കിൽ ഇത്രയൊന്നും ഇല്ല. ഇല്ലി. ആ, ഇല്ലിന്ന് വെച്ചാൽ മുളങ്കാട്. അതെ, തോണി. കുറച്ച് കമുക്, മൊത്തം റംബൂട്ടാൻ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ പെണ്ണ് ഇക്കണോണ്ടായിരിക്കും സൂമ. ആടുന്നുണ്ട്. ഇതെങ്ങാനും പൊട്ടി വീഴണം. ആട്ടാ. അതെ, ഇതൊക്കെ മെമ്മറീസ് അല്ലേ. ആ, റൺ ബേബി റൺ. ഇളക്കി വരുന്ന 2 ആ, വെള്ളം കയറി കിടക്കണം, കാണിച്ചു തരാം. ഒന്നും കാണുന്നില്ലല്ലോ. ഇതാ റംബൂട്ടാൻ. അവിടെ നിന്നുണ്ട, ഇതുണ്ട വലിയ കമ്പികൾ. ഇത് വെച്ചാണ് കെട്ടി വെച്ചിരിക്കണേ. അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ്. നേരെ നമുക്ക് ഇൻട്രോ ഒക്കെ സെറ്റാക്കി എടുക്കണമെന്നാണ് വിചാരിച്ചത്. കുളമാക്കി എല്ലാം കൂടെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗർ മക്കളെ. അപ്പം നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയിട്ട് കാണാം. അവിടെ എങ്ങനെ വരുന്നു പറയും. രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ മൂഞ്ചി. കണ്ട, ഇതാണ് തണലോരം. ആ, ഇതിലൊരു വഴി. ഇതായിരുന്നു തണലോരം. നടക്കാനൊക്കെ പറ്റുമെന്നാ പറയണേ. ഇപ്പം നീന്താനും പറ്റും. ആ, തണലോരം. ഇതാണ്ട ഈ മരങ്ങളെ തണല്. പക്ഷെ ഈ മരത്തിന്റെ മൂട് എവിടെ? ഒന്നുമില്ല. ആദ്യത്തെ അടുത്ത് പോയി മൂഞ്ച. നമ്മളിവിടെ നമ്മളിപ്പോ നിൽക്കുന്നത് കുറേ ദിവസമായിട്ട് ചെറുക്കൻ പറഞ്ഞ സ്ഥലം. ഈ ചെറുക്കനാണ് വേണ്ടല്ലേ, ഈ ചെറുക്കിയും. ആ, നമുക്കിനി കുറച്ച് ലൈം കുടിക്കും, കുറച്ച് വലിയ ലൈം കുടിക്കും, കുടിച്ചിട്ട് വരാം മക്കളെ. സോ നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിരിക്കുന്നത് ആയിരിക്കും. അപ്പം ഇനി ഇവിടെ നിന്ന് ലൈം കുടിച്ചിട്ട് കുടിക്കണ നമ്മള് ആർത്തിയാണ് പതി തിന്ന. നമുക്ക് എന്താ പറയാനെന്ന് അറിയത്തില്ല. എന്തേലും തിന്നിട്ട് വരാം. വാട്സ്ആപ്പ് കിഡ്സ്. സോ നമ്മളിതാ ഇപ്പം പോകാൻ പോകുന്നത് അരിക്കുഴി. നേരത്തെ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു. ആ, ടിക്കറ്റൊക്കെ എടുത്ത്. ടിക്കറ്റ് എന്താ? വാവ്. എന്നിട്ട് ആ ഒരു വാട്ടക്കറിയിൽ നിന്ന് നാരങ്ങ ഇല്ലാത്ത നാരങ്ങ എന്നിട്ട് മൂഞ്ചി. ചായയിൽ പാലില്ല, നമുക്ക് നാരങ്ങയില്ല. ആ, ഇനി ആ ഒരു കാര്യം കണ്ടു. എന്താ അല്ലേ എന്താ പറയണ്ടേ? ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി വെള്ളത്തിൽ ചാടണം. നമ്മൾ കാണാൻ കുളിക്കണം. അതെ, ഞങ്ങൾ കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം. നല്ല റഷ് ഉണ്ട് കേട്ടോ ഇന്ന്.
സത്യം പറഞ്ഞാൽ ഇത് വെള്ളച്ചാട്ടം പോലെയൊന്നും ഇല്ല, എന്നാലും വെള്ളച്ചാട്ടമാണെന്നൊക്കെ പറയാം. കുറെ വെള്ളം നിറഞ്ഞൊഴുകുന്നു. ആ ചേട്ടൻ നോക്കിയില്ല, ചേട്ടൻ അങ്ങ് വിട്ട്. കൊള്ളാം കേട്ടാ, വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട്. 3 എണ്ണം കൂടെ ഇറങ്ങാൻ പോവേണേ, ഞാൻ മാത്രമില്ല. ഞാൻ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. 3 കൂടെ പേടിച്ച് നിൽക്കുക ഇറങ്ങാൻ. നമ്മൾ വെള്ളച്ചാട്ടത്തിലെത്തി. ഞാൻ അടിപൊളി 3 മണിക്കൂർ കിടന്ന് കുളിച്ചു. ആദ്യം ഭയങ്കര നോയായിരുന്നു. അല്ല പാട്ട് തന്നെ ഇപ്പൊ ഒട്ടും തന്നിട്ടില്ല. അതെ, എല്ലാരും ഇവിടെ വരണം, കുളിക്കണം, പോണം, പഠിക്കണം. അതെ, വൈബ്. ഇനി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയി കാണാം. എവിടെയായി? കൈപ്പുഴക്കാറ്റ്. വീണ്ടും നല്ല രസമുണ്ടല്ലേ കാണാൻ. നേരിട്ട് കാണാനും ഇതേപോലെ. നമ്മളവിടെ നിന്ന് കുളിക്കപ്പോഴേ ഞാൻ എന്തോ അവിടെ നിന്നാണ് കുളിച്ചത്. എന്തോ ആ സെൻറ്റർ ഉണ്ട, ക്യാമറയുടെ സെൻറ്ററിൽ നോക്കിയോ ഒരു റെഡ് ഉണ്ട്, അവിടെ നിന്നാണ് കുളിച്ചത്. ആ വെള്ളം ഇങ്ങനെ ഫോഴ്സ് വരില്ല അവിടെ. നൈസായിരുന്നു. 3 മണിക്കൂറോടെ തിരിച്ച് കുളിച്ചു മക്കളെ. സോ നമ്മളിതാ അടുത്ത് മലരിക്കൽ വന്നു. ആമ്പൽ കാണാൻ വന്നതാ. രാവിലെ വരണം. ഇവിടെയും പാളിച്ച പറ്റി. ആദ്യം ഇവിടെ തണലോരം പോയി വെള്ളം കയറി കിടക്കായിരുന്നു. ഇപ്പൊ എന്താ ഈ സ്ഥലത്തിന് വരുന്ന വീണ്ടും മലരിക്കല് വന്നു. വീണ്ടും അതെ, കോട്ടയംകാരല്ല, ട്രിവാൻഡ്രം. അപ്പൊ ഇതും നമ്മൾ പെട്ടു. ഞാൻ കാണിച്ചു തരാം. നമ്മളെല്ലാരും ആ ഊമ്പലായിരിക്കുകയാണ് ഗായ്സ്. നമ്മളെ വൈബ് ഇതാണ്. ഇനി വേറൊരു വൈബ് കാണിച്ചു തരാം. ഇതാണ് കാന്താരി 1, കാന്താരി 2, കാന്തമ്മ 1, കാന്തമ്മ 2. നനഞ്ഞു പോയി ഞാൻ. മുടി മാത്രം ഉണങ്ങി കേട്ടോ. എവിടെ അപ്പം പറഞ്ഞു വന്നത്, ഞാൻ നിങ്ങൾക്ക് 650 ഏക്കറുണ്ട് സ്ഥലം. ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്, അതിൽ രാവിലെ വന്നിട്ട് ഇത് വിരിഞ്ഞിരിക്കണ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഈ സൺസെറ്റ് കാണാനേ പറ്റൂ. സൺസെറ്റും പിന്നെ ഈ കാഴ്ചകൾ. ഇത് നല്ല വൈബാട്ടോ. വന്നിക്ക് സ്കൈയൊക്കെ കാണണം. എന്നോ വലിയ സ്കൈയാ. വൈബ് മാറി വീണ്ടും വന്നിരിക്കുകയാണ് ഗായ്സ്. എവിടാ പറഞ്ഞേ നിന്റെ വൈബ് മാറിയെന്ന്? നമ്മൾ കണ്ടാ മതി. അളിയന്മാര് പാട്ടൊക്കെ ഇട്ടേക്കണേ കേട്ടോ. കുറെ നേരമായി. ചായ കുടിക്കും. കാന്താരി ഇളവാ കണ്ടിട്ട് കറങ്ങുന്നു. ഇനി ചായ കുടിക്കാൻ പോകും. വണ്ടി എവിടെ ഇരുന്നാ ഇരിക്കുമല്ലോ അല്ലേ? ആയിരിക്കും. നടക്കുക, എല്ലാം ഞങ്ങളും നടക്കുക, ഓടുക. ഞാൻ ആമ്പലിന് വരെ വേറെ പൂ കാണിച്ചു തരാം. ഇതാണ് നീലത്താമര. അയ്യോ, നീലത്താമര എന്നല്ല കേട്ടാ. ഇത് നീ ഒരെണ്ണടുത്ത് പൊക്കിയാണ്ടേ, പൂവുള്ള ഒരെണ്ണടുത്ത് പൊക്ക കേട്ടോ. ഇപ്പം നോക്കി നല്ല സെറ്റ് പോവാ. ഇതാണ് സാധനം. ഇനി അതേപോലെ ഇവിടെ വെച്ചോ. ഇതെന്ത് പൂവാണെന്ന് അറിയൂടാ. അറിയാമെന്നുള്ളൊരു കമൻറ്റൊക്കെ ഇട്ടോട്ടാ. എന്നെ ആകെ കാണാൻ 100 പേരാ. നിങ്ങളൊക്കെ ഇടണം പിള്ളേരെ, നിങ്ങളൊക്കെ വളരണം. വിലപ്പെട്ട ഞാൻ ഇപ്പം പുല്ലി കൂടെ നടക്കണം. ദൈവം കണ്ട, എനിക്ക് തോന്നുന്നു മത്സ്യം പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഇവിടെ സീസണല്ലേ, അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വന്നതെന്നാ തോന്നേ. ഇതാ മറ്റേ പാക്കേജായിട്ട് കൊണ്ടുപോകല്ലോ ആമ്പലിൻ്റെ നടുക്കോട്ട്. പക്ഷെ നമ്മളൊരു ദിവസം വരും, മോർണിംഗ് എന്തായാലും വരും. ഇന്ന് ഈ പിള്ളേർക്കൊന്ന് ഉറക്കണിക്കാൻ അഴുക്ക പിള്ളേരെ 6 മണിക്ക് ഇവിടെ വരെ. 10 മണി വരെ അത് പൂത്തിരിക്കും. സൂര്യൻ നല്ല ഉച്ചയ്ക്ക് കടിക്കല. എന്തുകൊണ്ടാന്നറിയോ? സൂര്യനും താമരയും പിണക്കത്തില്ല. പാട്ട് കേട്ടിട്ടില്ലേ? താമരയും താമരയും സൂര്യനും ഇല്ല. പക്ഷെ ഇത് ആമ്പലല്ലേ? ആമ്പൽ അവിഹിതമാണെന്നാണ് എൻ്റെ ഒരു എപ്പ്. ഇതൊക്കെ എവിടെന്ന് വരടാ കൈ. ഇതുണ്ടോ ഗൈസ്, ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്.
ഇതെങ്ങനെയാ വരുന്നേന്നറിയത്തില്ല. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. നമ്മള് ചായ കുടിക്കാൻ വന്നിട്ട് വീണ്ടും പ്ലിങ്ങസി ആയ കഥ പറയും. അവിടെ ചായയില്ല. വണ്ടി വെച്ചെടുത്താറ് ചായ കട തിരിച്ചവിടെ വരെ നടക്കണം. ഞങ്ങള് അറിവുള്ള ആളാ. വലിയ എണ്ണ വീണ്ടും വല്യമ്മാവനാ. പക്ഷെ പാവാ കേട്ടോ, ഞങ്ങളുടെ അണ്ണൻ പാവാ. ഇതിടാ തമ്മിലിടാ. നമ്മൾ തിരിച്ചത് അവിടെ നിന്ന് നടക്കണം. ഞാൻ പറഞ്ഞതല്ലേ ആ പാട്ടുള്ള ചേട്ടന്മാരുടെ അടുത്ത് നിന്ന് ചായ കുടിക്കാൻ. ചായക്കടയാണ് നടത്തണം. എന്തായാലും എന്നാ പാട്ടുണ്ട് കണ്ടോ ഗൈസ്. ബാക്കിലെ വ്യൂ ഉണ്ടോ, അടിപൊളിയാ. ഇവരല്ല ബാക്കില് കണ്ടുകൊണ്ട് എല്ലാവർക്കും പേടിയാ. ഞാൻ പറഞ്ഞില്ലേ ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെള്ളം എല്ലാം കൊണ്ടിട്ടേക്കുന്നത്. അപ്പൊ അവർക്ക് ഫിഷിങ് കടലിൽ പോകാൻ പറ്റാത്തതിന്റെ എന്ത് അവർ കടലിൽ പോകാൻ പറ്റാത്തതിന്റെ ഇത് ഇവിടെ നമ്മളെയൊക്കെ കൊണ്ടുപോയിട്ട് അവരത് മണി സേവ് ചെയ്യും. ഇതിനൊരു കറക്റ്റായിട്ടൊരു മലയാളം ഉണ്ട്, മറന്നുപോയി. അവനറിയില്ല. അറിയില്ല, എവൾക്കും അറിയില്ല. എങ്കിൽ നീ പറ. എനിക്കറിയില്ലാത്തോണ്ടല്ലേ മിണ്ടായിരിക്കുന്നേ. നമ്മളറിയില്ല മിണ്ടായിരിക്കണം. ഞാൻ അപ്പുറത്ത് കിടന്നതല്ലേ കൈ പിടിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? അതെ, വരുന്നു. അവർ തിരിച്ചു വന്നു, പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഫ്രണ്ടിലൊരാൾ പോകും, രണ്ടെണ്ണം പോകുന്നുണ്ട്. എന്റെ കോമഡി. പിന്നെ അവിടെ എത്തുമ്പോ ഉണ്ടല്ലോ ആ അണ്ണൻ സൂപ്പർ പാട്ടൊക്കെ വെക്കും. പാട്ടൊക്കെ ഇങ്ങനെ മുഴക്കം. ആ വൈബ് തന്നെ. ഒരു വലിയ സ്പീക്കറൊക്കെ അല്ലേ. നമ്മൾ ഇങ്ങോട്ടൊന്ന് അവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാ കുറെ പാലം തുടങ്ങി, ഒരു വെള്ളം തുടങ്ങിയില്ലേ, കുറെ ആൾക്കാർ ഇങ്ങനെ നിരന്നിരിക്കണുണ്ടോ? ആ കണ്ടു കണ്ടു. തിരിച്ചപ്പോ അവിടെ ഇരിക്കാം. ആ ഇനി ഇരിക്കാൻ സമയമൊന്നുമില്ല. ഇവിടെ പോണം, വേറെ ഒരു മണിയില്ല അവൾക്ക്. മണി 7 പോണേ ഉള്ളൂ. മണി 7 അപ്പോഴേക്കും ആ വ്യൂ കഴിയും. വ്യൂ അപ്പോഴും കഴിയും. ഇതുണ്ടോ ഇവിടുത്തെ നിങ്ങൾ ഈ വർണ്ണ വഴി കാണുന്നവരുന്നൊക്കെ എല്ലാ വീട്ടിലും നീ റോഡ് പെണ്ണിന് ഇപ്പൊ അവരായിട്ട് അടിയുണ്ടാവും. മുടി മറ്റേ പോലെ കേട്ടല്ലേ, പഞ്ഞി പശു നക്കി പോലെയല്ല, പശു നക്കി ഓടാ പട്ടി. ഷോ എനിക്കാണ് എത്തുന്നില്ല ഇതിൻ്റെയൊക്കെ പൊക്കം കാരണം. താമര കിട്ടി ഞങ്ങളുടെ അതവിടെ വയ്ക്ക്, ഞാൻ വെച്ചതാ. താമര ഉണ്ടില്ലല്ലേ, ഞാനാ ഇതെടുത്ത് വെച്ചത്. ഹായ് എടുത്ത് കാണിക്കുന്നോ? കാണിക്കാം, ഇതിൻ്റെ ഇത്രേ ഉള്ളൂ ഗായ്സേ. കാണുത് ഇങ്ങനെ വെച്ച് നമുക്കൊരു ഫോട്ടോ എടുക്കാല്ലേ. ഞാൻ എന്റെ മക്കളെ എന്നാ പിള്ളേരെ വിളിക്കുന്നത്, എന്റെ മക്കളെ. കണ്ടോ ഇത് കണ്ടോ, നീ ഇതിങ്ങനെ നോക്കിക്കേ, വൈബ് തന്നെ. നമുക്കിത് ഇവിടെ തന്നെ വെക്കാം. കണ്ണൻ കാന്താരൻ്റെ കൊടുക്കാം, കലിപ്പൻ കണ്ണൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അതെ, ഇവനെ നമുക്ക് എന്താ വിളിക്കണ്ടേ? കമന്റ് ചെയ്താൽ മതി. സോ മക്കളെ, ഇപ്പൊ പാട്ട കളിയും വരുന്നത് അമ്മേ മൊഴി അമ്മേ ആണെങ്കിലേ ഞങ്ങള് കയറി വന്നിട്ടേക്കും എഴുത്തൊന്നും ഇല്ലേ, ആ എന്നും പോകുന്നല്ലേ, ആ എന്നും ഉടനല്ലേ പോകുന്നേ. നമ്മൾ പോവാണേ. വീഡിയോസ് എല്ലാം കഴിഞ്ഞു. ഞാൻ മലരിക്കൽ നേരെ ഒരു വീഡിയോ വെച്ച് വീണ്ടും വരുന്നത്. മലരിക്കൽ അത് മോർണിംഗ് ആയിരിക്കും വരുന്നത്. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഹൃദയം തരണേ.